ഷിബേ ഒന്നിങ്ങോട്ട് വന്നേ. ഇതാര്? ചേച്ചിയോ? ആ നീ ഇവിടെ ഉണ്ടായോ? എന്റെ നടു. ചേച്ചി എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ഇത് വിളിച്ചു പറയാറുന്നില്ലേ? ഓ എനിക്ക് ഇവിടെ വരാനായിട്ട് നിന്നെയൊക്കെ വിളിച്ചു പറയണോ? ഇതെന്റെ വീടല്ലേ? ഓ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, ഞാൻ ഇച്ചിരി പണിയിലായിരുന്നു. ഓ ഞാൻ നിന്നെ കാണാനൊന്നും വന്നതല്ലേ, നിന്റെ മുരിമുള കാണാൻ വേണ്ടി വന്നോ? ശരി, എന്നാലും അഞ്ജുവിനൊന്ന് വിശേഷമായിട്ട് ഇവിടെ വരെ വരാൻ പറ്റിയില്ലല്ലോ. അതിനാകെ തിരക്കാണടി. കുടുംബശ്രീയുടെ സകല കാര്യങ്ങൾ എന്റെ തലയിൽ. ഞായറാഴ്ചയും ശനിയാഴ്ചയും എല്ലാം മീറ്റിങ്ങും പരിപാടി മൊത്തത്തിൽ തിരക്കായിരുന്നു. പിന്നെ 5 മാസം കഴിഞ്ഞപ്പോഴാണല്ലോ നീ ഞങ്ങളോടൊക്കെ പറഞ്ഞത്. സാധാരണ രീതിയിൽ വീട്ടില് നമ്മുടെ കുടുംബത്തിൽ ഒരു വിശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അറിയണത് ഞാനാണ്. ഓ അതൊന്നുകൊണ്ടല്ല ചേച്ചി, ഇതിപ്പോ നമ്മൾ അറിയുമ്പോ തന്നെ അങ്ങനെ എല്ലാവരും വിളിച്ച് പറയണ്ടെന്ന് വിചാരിച്ചില്ല. ഒരു 3 മാസം ഒന്ന് കഴിഞ്ഞിച്ചിട്ട് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്കങ്ങ് പറയാലോ. അതുകൊണ്ട് ഞാനും വിചാരിച്ചു നീ അതെന്താ എന്നെ വിളിച്ച് പറയാനേ. അത് കുഴപ്പമില്ല, ആദ്യത്തെ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അറിഞ്ഞാൽ മതി. നീ നമ്മുടെ രാധയുടെ മരുമോടെ കാര്യം അറിഞ്ഞില്ലല്ലോ. ഓ ഒരു ഗർഭമായപ്പോഴത്തേനും എന്തൊക്കായിരുന്നു ആഘോഷം. പടക്കം പൊട്ടിക്കുന്നു, വീഡിയോ ഉണ്ടാക്കുന്നു, ഫേസ്ബുക്കിലിടുന്നു, വാട്സപ്പ് ഗ്രൂപ്പിലിടുന്നു. കുടുംബശ്രീ വന്നത് നമ്മുടെ ലഡു വിതരണം ചെയ്തു. ഇപ്പൊ എന്തായി? 1.5 മാസം കഴിഞ്ഞപ്പോ അതങ്ങനെ രസിപ്പോയി. ഇപ്പൊ ആ സൂക്കേടൊക്കെ തീർന്നു കിട്ടിയോ? ആട്ടുമില്ല അനക്കുമില്ല. അഞ്ചു എന്തേടി? അവള് കിടക്കുക ചേച്ചി, അവൾക്ക് തീരെ വയ്യ. അവൾക്ക് അത് ശരി, വയറ്റിലുള്ള പെണ്ണ് മുഴുവൻ നേരം മുറി അടിച്ച് കയറി ഇരിക്കുവാണോ? അവൾക്ക് എപ്പോഴും ഛർദിയാണ്. എന്ത് കഴിച്ചാലും ഛർദി, ഒന്നും ശരീരത്തിൽ പിടിക്കണില്ല. ഇപ്പൊ ഛർദിച്ച് തന്നെ ചെറിയൊരു ക്ഷീണം. അവളൊന്ന് കിടക്കാം. നീ ഇതൊക്കെ സംഭവിച്ചു കൊടുക്കണം. നീ എന്നാ വെള്ളം എന്തിനീ കൊടുക്ക, ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം. ചേച്ചി എന്നാ അവളെടുത്തില്ലേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാവേ. ഞാൻ അഞ്ജുവേ, എന്താ ഇവിടെ പരിപാടി? അമ്മായിയോ? ഞാനും നിന്നെ ഒന്ന് കാണാനായിട്ട് വരാതിരുന്നാ കൊച്ചേ. ഇപ്പോഴൊന്ന് നേരം കിട്ടി. ഞാൻ കുറച്ച് ക്ഷീണമായതുകൊണ്ട് കിടക്കുമായിരുന്നേ. ഛർദിയാണല്ലേ? കുറച്ച് വോമിറ്റിംഗ് ഒക്കെയാ. ഓ ഗർഭിണികളായ കുറച്ചൊക്കെ ഛർദിക്കും, അതൊക്കെ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യമല്ലേ. അതിന് എന്തൊക്കെ പോംവഴികളുണ്ട്. ഒന്ന് എണീറ്റ് വന്ന് ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരുവേ, അവിടെ അടുക്കളയിൽ അമ്മേനെ സഹായിക്കുകയൊക്കെ ചെയ്തതിന് എന്താ പ്രശ്നം നിനക്ക്? ഇങ്ങനെ മൂടി പോച്ചൊന്നും കിടക്കാൻ പാടില്ല. ഈ സമയത്ത് നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കേണ്ട സമയം, ചാടി ചാടി നിൽക്കണം. എൻ്റെയൊക്കെ ഗർഭകാലത്തുണ്ട് കേട്ടോ. ഒന്നും പറയണ്ട, ഞാൻ 4 പെറ്റാണല്ലോ. ഒന്ന് കിടക്കാൻ പോയിട്ട് ഒന്ന് ഇരിക്കാൻ ഓദിച്ചിട്ടുണ്ട്, നിനക്കറിയോ? ഒന്നിനും സമ്മതിക്കത്തില്ലായിരുന്നു. അല്ലടി പക്ഷേ ഇതെന്ത് സാധനത്തെ ഈ ചുറ്റി വരുന്നിങ്ങനെ നീ കിടക്കുന്നേ? ഇത് പ്രഗ്നൻസി പില്ലോയാ. നമുക്ക് കിടക്കാനൊക്കെ കുറച്ചുകൂടെ കംഫർട്ട് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഇതില് കിടക്കുന്നേ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ പാഷനേ. നമ്മുടെ കാലത്ത് ഒരു തലയണ പോലും കിട്ടിയിട്ടില്ല ഇങ്ങനെയൊന്നും വെക്കാനായിട്ട്. ഇതൊന്നും വലിയ മെനയൊന്നും ഇല്ല. നീ ഇങ്ങനെ ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിന് അതിൻ്റെ അകത്ത് തന്ന് ശ്വാസം മുട്ടില്ലേ. പിന്നെ വയറിനൊക്കെ സപ്പോർട്ട് കിട്ടും. ഇടത്തെ സൈഡ് ചെരിഞ്ഞ് കിടക്കണമല്ലോ. വയറൊക്കെ കണ്ടോ? അങ്ങനെയൊന്നും കിടക്കാൻ പാടില്ല ഈ സമയത്ത്. മാത്രമല്ല, ഇങ്ങനെയൊക്കെ നീ ഇതിനകത്ത് കിടന്ന് സർക്കസ് ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇനി പൊക്കിൾ കൂടിയൊക്കെ തലയിൽ കൂടെ ചുറ്റി കഴിഞ്ഞാൽ ആകെ മൊത്തം പ്രശ്നമാവും. നോക്കിക്കോ, ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. നീ ഒന്ന് എണീറ്റുവാ. അമ്മായി നിനക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ വന്ന് കഴിച്ചേ. എണീറ്റ് വാട്ടോ. ഞാൻ എണീറ്റ് വരാവേ. ഇപ്പൊ വരാം. ഈ മുതലൊക്കെ വേണമെങ്കിൽ കുട്ടിയെത്തി. ഒരു 16 അഭിപ്രായം എനിക്ക്. ഇതൊക്കെ കേൾക്കേണ്ട വരുമല്ലോ. പഞ്ചാര കുറവാണല്ലോടി. അല്ല ചേച്ചി, അനിലിന്റെ അടുത്തേക്ക് പോകുന്ന കാര്യം എന്തായി? കാര്യം അനിലിന്റെ കേസില് ഞാനായിട്ടൊരു തീരുമാനം എടുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ അമേരിക്കയൊക്കെ ആണെങ്കിലും അവനോടുള്ള സ്നേഹം കൊണ്ട് എന്നെ അങ്ങോട്ട് വിളിക്കുന്നതാണോ നീ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? അത് വേറെ
ഭാര്യയ്ക്ക് ഇപ്പൊ പ്രസവമൊക്കെ കഴിഞ്ഞ് തിരിച്ചു ജോലിക്ക് കയറാം. കൊച്ചിനെ നോക്കാനും വീട്ടുപണിക്കും അവർക്ക് ആളെ നിർത്തണമെങ്കിലേ ചിക്കിടി അങ്ങ് കൊടുക്കണം. ഞാനാവുമ്പോ അവിടെ ചെന്ന് വീട്ടുപണിയും ചെയ്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൊച്ചിനെ നോക്കി അവിടെ ഇരിക്കുമ്പോ അവർക്ക് ജോലിക്ക് പോകാമല്ലോ. പിന്നെ ഞാനിപ്പോ എനിക്ക് ഇവിടെ സുഖം. ഓ അതൊന്നും കുഴപ്പമില്ല ചേച്ചി, നമ്മുടെ മക്കളുടെ കാര്യമല്ലേ. പിന്നെ അവളുമായിട്ട് ഞാൻ പണ്ടേ ചോദിച്ചു പോവില്ല. അത് ഇവിടെ ആയിരുന്നപ്പോഴും അങ്ങനെ തന്നെ, അവിടെ ആയിരുന്നപ്പോഴും അങ്ങനെ. വലിയ ജോലിക്കാരി, ഇംഗ്ലീഷുകാരി, എന്തൊക്കെ കാണണം. ആ അഞ്ജു എണീറ്റ് വന്നോ? ഇങ്ങനെ എണീറ്റൊക്കെ വരണം. അത് മൊത്തം അതിന്റെ അകത്ത് എങ്ങനെയാ ഷീബ അവളെ ഇങ്ങനെ കേട്ടിരുന്നു? നീ ആയതുകൊണ്ടാ. ഛർദ്ദിച്ചൊന്നും പറഞ്ഞിട്ട് റൂമിൽ കയറി വാതിലടച്ചിരുന്ന് കിടക്കുവാണോ ഈ ഒരു സമയത്ത് ചെയ്യണ്ടേ? അല്ല ഇവക്കിപ്പോ ശരിക്കും എത്ര മാസമായി? ഇപ്പൊ 6ലേക്ക് കടന്നു. എന്റെ പൊന്നി, 6 മാസമായിട്ടുള്ള പെണ്ണാണോ ഈ നിൽക്കുന്നേ? ഇവളെ കണ്ടതിന് 2 മാസം പോലും തോന്നിക്കത്തില്ലല്ലോ ഷീബേ. അല്ലടി കൊച്ചേ, നിന്റെ വീട്ടുകാർ വന്നു കഴിയുമ്പോ ഞങ്ങളിവിടെ നിനക്കൊന്നും തരില്ലാന്നാണല്ലോ അവര് പറയത്തുള്ളൂ. ഇത് വയറ് ചോടലൊന്നും ഇല്ലല്ലോ. ഛർദി ഉള്ളത് കൊണ്ടല്ലേ? ഓ ഛർദിച്ചെന്നും വെച്ചിട്ട് എന്തുവാ, എന്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് കരിക്കില് ഏലക്കായ ഇട്ടേ നിന്നെ ഛർദി കുറയും. അതൊന്നും വേണ്ടതേ. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം കുറച്ച് ഇഞ്ചി കുത്തി ചതച്ചങ്ങ് കൊടുക്കണം. അത് കഴിച്ച് കഴിഞ്ഞാൽ എല്ലാ ഛർദി പമ്പ കിടക്കും. പിന്നെ ഒരു അങ്ങനെ പ്രശ്നം ഉണ്ടാവത്തില്ല. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കേണ്ടത്. ഈ സമയത്ത് ഇങ്ങനെ വയറൊക്കെ ഒട്ടി ശരീരമൊക്കെ ഒട്ടി ഇവളുടെ കോലം കണ്ടോ? എന്തിട്ട് കോല ഇത്. കൊച്ചിന് തൂക്കം ഉണ്ടാവില്ല. കണ്ടോ? പ്രസവം കഴിയുമ്പോൾ കൊച്ചിന് തൂക്കം ഉണ്ടാവില്ല, കൊച്ചിന് വളർച്ച ഉണ്ടാവില്ല. ഇതുപോലെ യോജിച്ചിരിക്കാനാണ് നിങ്ങളുടെ പരിപാടി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കത്തുള്ളേ. എന്റെ പൊന്നമ്മായി, ഞാൻ ഇവിടെ ഛർദ്ദിച്ചു വെച്ചിട്ട് കൊച്ചിന് ആരോഗ്യക്കുറവും വളർച്ചക്കുറവും പ്രശ്നമൊന്നും ഉണ്ടാവത്തൊന്നുമില്ല. ഇങ്ങനെ വിവരമില്ലായ്മ പറയരുത്. അമ്മമാര് ഛർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പോഷകങ്ങളൊക്കെ കുട്ടി എടുക്കുന്നുണ്ട്. ശരിക്കും ഈ സമയത്ത് 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം എന്നാ പറയാറ്. അമ്മയ്ക്കും കൊടുക്കണം, മോനും കൊടുക്കണം. അതെന്ത് വെച്ചാണെങ്കിൽ പോലും അതിനുള്ള ഭക്ഷണം കഴിക്കണ്ടേ? ഛർദിയാന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ആർക്കാ നഷ്ടം? 2 പേർക്കുള്ള ആഹാരം കഴിക്കേണ്ട കാര്യമില്ല. ആവശ്യത്തിന് ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്നുണ്ടോ? പിന്നെ ഓരോരുത്തർക്കും ഓരോ ശരീരപ്രകൃതവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എനിക്ക് സ്കാനിങ്ങിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ആനുവൽ സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ല. എല്ലാം നോർമലാണ്. ബേബി നോർമലാണോ എന്ന് മാത്രം എനിക്ക് നോക്കിയാൽ മതി. ആ മോളിങ് വന്നേ. അമ്മായി എന്തൊക്കെയാ മോക്ക് വേണ്ടി കൊണ്ടുവന്നേക്കുന്നേ നോക്കി. ഇവിടെ കായ വറുത്തതുണ്ട്. അമ്മായി നല്ല വറുത്താണ് കേട്ടോ. പിന്നെ മോക്ക് സ്പെഷ്യൽ അവലൂസ് ഉണ്ടാ. ഈ സമയത്ത് അവലൂസ് ഉണ്ടായൊക്കെ ബെസ്റ്റാണ്. ഇത് ഒരെണ്ണം കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പറഞ്ഞത് തുറന്നെടുത്ത് തന്നെ. പിന്നെ ഒരു ഉണ്ട്. അത് പൊട്ടാൻ ചെറിയൊരു പ്രശ്നമുണ്ട്. പിന്നെ വീട്ടിലാർക്കും പള്ളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒന്നും കഴിക്കാറില്ല. അപ്പൊ അവരും ഇതൊന്നും കഴിക്കാൻ പറ്റൂലല്ലോ, മൊത്തം വെപ്പല്ലേ. അത് കുഴപ്പമില്ല. ഒരു 15 മിനിറ്റ് നേരം വല്ല വെള്ളത്തിലോ ചായയിലോ ഉതിർത്തിട്ടിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാൻ പറ്റും, കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇവിടെ ഗൾഫുകാരന്റെ വീടായത് കൊണ്ടിട്ട് ഈ സമയത്ത് കഴിക്കേണ്ടതായിട്ടുള്ള അണ്ടിപ്പരിപ്പും ഈന്തപ്പഴവും ഒക്കെ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനതൊന്നും, അത് മാത്രല്ല അതിനൊക്കെ ഭയങ്കര വിലയാ, അതൊന്നും മേടിക്കാനൊന്നും നിന്നില്ല. മോളെ അപ്പത്തെ രാധചേച്ചി നിനക്ക് ഞാവൽപ്പഴം കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ആണോ? ആ ഞാൻ രാധേച്ചിനടുത്ത് പറഞ്ഞിരുന്നു ഞാവൽപ്പഴം കിട്ടാൻ എടുത്ത് വെക്കാനായിട്ട്. എന്റെ ഷീബ, നിനക്കൊരു വിവരം ഇല്ലേ? അവക്കോ വിവരമില്ലെന്ന് വിചാരിക്കാം. ഈ സമയത്ത് ഞാവൽപ്പഴം ഒന്നും കഴിക്കാൻ പാടില്ല ഗർഭിണികള്. കൊച്ച് ഉണ്ടാവുന്ന കൊച്ച് കറുത്ത് നല്ല കരിമുട്ടി പോലെ ഇരിക്കും. അങ്ങനെ കറുത്ത് കൊച്ചിനെ കിട്ടിയാൽ മതിയോ? ആണോ? എന്റെ അമ്മായിക്ക് വിവരക്കേട് പറയാതെ. ഞാവൽപ്പഴം എന്ന് പറയുന്നത് സാധാരണ ഒരു പഴമാണ്. പണ്ട് ആരും പറഞ്ഞുണ്ടാക്കിയ ഒരു സംഭവമാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ കൊച്ച് കറുത്ത് പോവും, അത് കരിവാളിച്ച് പോകുന്നൊക്കെ. അത് ചുമ്മാ പറയുന്ന. ഇതിന് ഒരുപാട് ഫൈബർ, നാരുകൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ്. ഒരുപാട് വൈറ്റമിൻസ് ഉള്ളതാണ്. അമ്മയ്ക്ക് ദഹന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും ശരീരത്തിൽ ഈ പറഞ്ഞ മാതിരി ഡീഹൈഡ്രേഷൻ ഇല്ലാതെ നോക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണത്. അത് കഴിച്ചെന്ന് വെച്ചിട്ട് എന്താ പ്രശ്നം?
അല്ല മോളെ, അത് ഇങ്ങനെ നമ്മള് പഴമക്കാരായിട്ട് പറഞ്ഞു വന്നേക്കുന്ന കുറച്ച് കാര്യങ്ങൾ അമ്മായിയുടെ ഒരു അറിവ് വെച്ച് പറഞ്ഞു എന്നുള്ളൂ. എന്നാലും എന്റെ ഷീബ ഇത്രയും ബുദ്ധിവിവരമുള്ള പെൺകൊച്ചിനെ ഒക്കെ കിട്ടിയില്ലോ വരുമ്പോളായിട്ട്. അല്ലെങ്കിൽ അഞ്ജുവിന് എഴുസായതിന്റെ നല്ലൊരു ഗുണമുണ്ട് കേട്ടോ. മിടുക്കിയ നീ ഇവക്ക് കുറച്ച് പാലില് ഇച്ചിരി കുമ്പപ്പൂവും ഇച്ചിരി ചന്ദനമൊക്കെ കൂട്ടി അങ്ങ് അരച്ചങ്ങ് കൊടുക്കുക. കാരണം കൊച്ചിനൊക്കെ നിറം വെക്കണ്ടേ, അത് തുടുത്തിരിക്കണം. എനിക്കൊരു കുങ്കുമപ്പൂവിന്റെ മഞ്ഞളുടെ ചന്ദനത്തിന്റെ ആവശ്യമില്ല തൽക്കാലം. അച്ഛനമ്മയ്ക്ക് എന്താണ് കളർ, ആ കളർ കുട്ടിക്ക് കിട്ടും. ഇനി കളർ വെച്ചിട്ട് കുറഞ്ഞു പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബിനെ കിട്ടിയത് മതി. ഇപ്പൊ അത്രേ ഉള്ളൂ. അതിനുവേണ്ടി അമ്മയ്ക്ക് പറ്റുന്നുണ്ടെങ്കിൽ അമ്മ പ്രാർത്ഥിക്കും. ഓ എനിക്കിപ്പോ എന്താ, നിങ്ങളുടെ കൊച്ചിനെ നിറം വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. ചേച്ചി ഒന്ന് ഇരിക്കെ, ഞാനൊന്ന് ഊണിനുള്ള പരിപാടികളൊക്കെ ചെയ്യാം. ഓ ഇല്ല, ഞാൻ അങ്ങ് പോയേക്കാം. 1 മണിയുടെ ബസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ അങ്ങ് അവിടെ ഇറങ്ങാം. സാധാരണ അപ്പുറത്താണ് മുന്ന് ഇറക്കാറ്. 1 മണിയുടെ ബസ്സിന് പോയി കഴിഞ്ഞാൽ അവന്മാരെ എങ്ങനെയും പറഞ്ഞ് ആ വീടിന്റെ പടിക്ക തന്നെ ഇറങ്ങണം. ഇതുവരെ വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ. എന്തെങ്കിലും ഒക്കെ എടുക്കട്ടെ. ആ നിനക്കെന്താ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഷർട്ട് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന കുറച്ച് അണ്ടിപ്പരിപ്പോ ഈന്തപ്പഴോ അങ്ങനെ എന്തെങ്കിലും കൂടെ പൊതിഞ്ഞെടുത്തോ. വൈകുന്നേരം സീരിയൽ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൊണ്ടിരിക്കാലോ. ആ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ചേർത്ത് വന്നപ്പോ കൊണ്ടുവന്ന ആ ടൈഗർ ബാം തീർന്നിരുന്നുണ്ടോ. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഇത് കുപ്പി ഉണ്ടെങ്കിൽ അതുകൂടെ എടുത്തേക്ക്. അപ്പൊ ഇനിയും ഇറങ്ങാലോ എനിക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. പിന്നെ കൊച്ചായി കഴിഞ്ഞാൽ കൊച്ചിനെ കുളിപ്പിക്കുക, അങ്ങനത്തെ പരിപാടികൾക്ക് കരി എഴുതിപ്പിക്കാനും മഞ്ഞളെത്തിപ്പിക്കാനും ഒക്കെ ഞാൻ അവിടെ വേണമല്ലോ. ഞാൻ മാത്രമാണല്ലോ ഉള്ളൂ. അപ്പൊ അമ്മായി എന്നെ ഇറങ്ങിയേക്കോ മോളെ. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഷീബേ ഇതേ വിളിച്ചേക്കണം, ഞാൻ വന്നേക്കാം. ശരി അമ്മ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാട്ടോ. ആ ഇതിനകത്ത് കുറച്ച് പച്ചക്കറി ഉണ്ട്, കുറച്ച് വാഴക്കൂമ്പും ചേനത്തണ്ടും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം കറി വെച്ച് കൊടുത്തേക്കണം മോളെ. അമ്മായി ഇറങ്ങുവാണ്. ആയിക്കോട്ടെ. ആ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങണേ. അപ്പൊ ഇനി ചേട്ടൻ വരുമ്പോ പറഞ്ഞേ. ഓ മോളെ നീങ്ങ പോരെ. അമ്മ കുറച്ച് ഉപ്പും മുളകും കൂടെ കൂട്ടിയിട്ട് ഒഴിഞ്ഞിട്ട് തരാം. ഇതുങ്ങളൊക്കെ എവിടെ നിന്ന് വന്നൊക്കെയായിരുന്നു.